ഇപ്പോൾ പെണ്ണ് ചെറുക്കനോട് ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. അവനും ഉത്തരവൊന്നും പറഞ്ഞില്ല, തോമസ് ചേട്ടനും ഉത്തരവൊന്നും പറഞ്ഞില്ല. അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വിദേശത്ത് പോയി കാണുമായിരിക്കും. ഏതായാലും ഒരു 3-4 ദിവസം മുമ്പ് നവജീവനിലോട്ട് വിളിച്ചു. തോമസ് ചേട്ടനെ കിട്ടണമെന്ന് പറഞ്ഞു. കിട്ടി. അപ്പോൾ തോമസ് ചേട്ടനോട് പറഞ്ഞു ഞാൻ ഇന്നയാളാണ്. അന്ന് തോമസ് ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഒരു പാവപ്പെട്ട പെങ്കുച്ചിനെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ഒരുങ്ങുക, നിന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ എന്തിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവൻ അയച്ചു തന്ന 25,000 രൂപയുടെ ചെക്ക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പറയുകയാണ്, അന്ന് ഞാൻ അവനെ അവിടെ കണ്ട് വഴക്ക് പറയുകയോ ആക്ഷേപിക്കുകയോ മറ്റുള്ളവർ മുമ്പാകെ കളിയാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അവന് എന്നോടൊരു വൈരാഗ്യവും വെച്ചുകൊണ്ട് അവനൊരു അനുതാപവും ഇല്ലാതെ അവൻ പോകുമായിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിലൊരു മാനസാന്തരം വന്നു. ആ മാനസാന്തരം മറ്റുള്ളവർക്ക് ഗുണമായിട്ട് മാറാനായിട്ട് ഇടയായി. പലപ്പോഴും